കാട്ടാക്കട അമ്പലത്തിൻ കാലയിലെ CPM പ്രവർത്തകൻ അശോകൻ വധക്കേസിൽ 1 മുതൽ 5 വരെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, 7, 10, 12 പ്രതികൾക്ക് ജീവപര്യന്തം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013 അശോകനെ അക്രമി സംഘം കൊലപ്പെടുത്തിയത്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? ആരാണ് പ്രതികൾ? സ്മൃതി, 2013 മെയ് 5 കാട്ടാക്കട ആലങ്കോട് ജംഗ്ഷനിൽ വെച്ച അശോകനെ, CPM പ്രവർത്തകനായിട്ടുള്ള അശോകനെ RSS പ്രവർത്തകർ വെട്ടി കൊലപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 19 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ മാപ്പുസാക്ഷികളായി, ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. ബാക്കി 16 പ്രതികളാണ്. ഈ 16 പ്രതികളിൽ 8 പേർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി 4 കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 1 മുതൽ 5 വരെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം 7, 10, 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഈ ശിക്ഷ ഇവർ ഒരുമിച്ച് അനുഭവിക്കണമെന്നുള്ളതാണ് കോടതി വിധിന്യായത്തിൽ പറയുന്നത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ശിക്ഷാവിധി ഇങ്ങനെയാണ്. കൂടുതൽ ജഡ്ജ്മെന്റ് നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും 2013 നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ളതാണ്. സജീവമായിരുന്ന CPM പ്രവർത്തകനായിരുന്ന അശോകനെ ഇതിൽ 1ാം പ്രതിയായിട്ടുള്ള ശംഭുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപ്പെടുത്തുന്നത്. ശംഭുവുമായിട്ടുള്ള വ്യക്തിവൈരാഗ്യമാണ്. ശംഭു വലിയ രീതിയിൽ അവിടെ പലിശയ്ക്ക് പണം നൽകുകയും ഈ പണം തിരികെ നൽകാത്തവരെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം ഈ അശോകന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു വൈരാഗ്യമാണ് CPM പ്രവർത്തകനായിട്ടുള്ള അശോകനെ കാട്ടാക്കട ആലങ്കോട് ജംഗ്ഷനിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തുവാനുള്ള കാരണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇരട്ട ജീവപര്യന്തം 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും, ഒപ്പം 7 മുതൽ 12 വരെയുള്ള പ്രതികൾക്ക് 7, 11, 12 പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.